മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു. ഇന്നു മുതൽ അധ്യാപനം ബഹിഷ്കരിക്കുമെന്ന് KGMCT അറിയിച്ചു. മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ ഇന്ന് ധർണ നടത്തും. ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരിക്കാനാണ് തീരുമാനം. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് കടുത്ത സമരത്തിലേക്ക് ഡോക്ടർമാർ നീങ്ങുന്നത്. കോഴിക്കോട് നിന്ന് ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, അങ്ങനെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നു. അതിന് മുന്നോടിയായി ഇന്ന് അധ്യാപനം അടക്കം ബഹിഷ്കരിച്ചുള്ള ഒരു സമരമാണ്. പക്ഷേ പിന്നീട് OP അടക്കം ബഹിഷ്കരിക്കും. അപ്പോൾ സർക്കാരിനോട് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്? ഏതൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് ആവശ്യം? എന്താണ് സമരത്തിന്റെ വിശദാംശങ്ങൾ ഷബീർ? ദിൽസി സൈഫുദ്ദീൻ, കഴിഞ്ഞ കുറേ കാലമായി KGMCT നടത്തുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയായാണ് ഇന്ന് മുതൽ അധ്യാപനം ബഹിഷ്കരിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കടക്കുന്നത്. അതായത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ഒപ്പം തന്നെ എൻട്രി കേഡറിലെ ശമ്പള പരിഷ്കരണ അനോമലി നടപ്പാക്കുക, ഒപ്പം തന്നെ കാസർഗോഡ്, വയനാട് പോലെയുള്ള മെഡിക്കൽ കോളേജുകളിലെ നിയമനം നടപ്പാക്കുക. അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത പ്രശ്നമുണ്ട്. മൊത്തത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ മതിയായ ജീവനക്കാർ അല്ലെങ്കിൽ ഡോക്ടർമാരില്ലാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അത് മറ്റ് നിലവിൽ ജോലിയെടുക്കുന്ന ഡോക്ടർമാർക്ക് വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി KGMCT ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ പലതവണ പല ഘട്ടത്തിലായി സമരവും പ്രതിഷേധ പരിപാടികളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെല്ലാം തന്നെ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പിൻ്റെ പുറത്താണ് ഇവർ സമരം അവസാനിപ്പിക്കാറുള്ളത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് KGMCT ആരോപിക്കുന്നത്, ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ച് ഇന്നിപ്പോൾ അധ്യാപനം ബഹിഷ്കരിച്ചുള്ള സമരം ഇന്നു മുതൽ തുടങ്ങും. ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരണ സമരത്തിലേക്ക് കടക്കും. കടുത്ത സമര പരിപാടികളിലേക്ക്, സമര രീതികളിലേക്ക് കടക്കാനാണ് KGMCT തീരുമാനിച്ചപ്പോൾ ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരിക്കും. അവശ്യ സേവനങ്ങൾ ഒഴികെ ഈ സർജറി, മറ്റ് പ്രൊസീജിയറുകളൊന്നും നടത്തില്ല എന്നുകൂടിയാണ് KGMCT അറിയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലമായി തങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്, പലതവണ ചർച്ചകൾ കഴിഞ്ഞതാണ്. പക്ഷേ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക്, സമര പരിപാടികളിലേക്ക് കടക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ 10 മണിക്ക് സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും ഒപ്പം തന്നെ DME ഓഫീസിന് മുന്നിലും ധർണ സംഘടിപ്പിക്കും. അതോടുകൂടിയാണ് ഇന്നത്തെ സമര പരിപാടികൾക്ക് തുടക്കമാകുക. പിന്നീട് അങ്ങോട്ട് അധ്യാപനം നടത്തില്ല, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപനം നടത്തില്ല എന്നുമാണ് KGMCT തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമരം 10 മണിയോട് കൂടിയായിരിക്കും സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ തുടങ്ങുക. ജിൽസിയാൻ സൈഫുദ്ദീൻ. ശരി, ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്.